ചേർപ്പ് തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷത്തിന് ഈ മാസം ജനുവരി 25-ന് തുടക്കമാകും. ലക്ഷദീപത്തോടെയാണ് തൈപ്പൂയ ആഘോഷം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 30 വരെ ദിവസവും വൈകിട്ട് ലക്ഷദീപം തെളിയിക്കും. തായമ്പകയും ദീപാരാധനയും ഉണ്ടാകും. ഈ മാസം 31 ഫെബ്രുവരി 1 തീയതികളിലാണ് പ്രധാന ആഘോഷം. 31-ന് വൈകിട്ട് തായംകുളങ്ങര കാവടി സംഘം, ചേർപ്പ് ബാലസംഘം എന്നീ വിഭാഗങ്ങളുടെ കാവടിയാട്ടം, മേളം എന്നിവയുണ്ടാകും. ഫെബ്രുവരി 1-ന് ഞായറാഴ്ച രാവിലെ 3-ന് നട തുറക്കും. തുടർന്ന് രാവിലെ 4-ന് താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കമാകും. ഉച്ചവരെ വിവിധ ദ്രവ്യങ്ങളാൽ അഭിഷേകമുണ്ടാകും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും രാത്രി 8 മുതൽ 1:30 വരെയും കാവടിയാട്ടം, രഥത്തിൽ എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. തായംകുളങ്ങര കാവടി സംഘം, ചേർപ്പ് ബാലസംഘം, പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി കാവടി സമാജം, ഊരകം ശ്രീനാരായണ കാവടി സമാജം, പൂത്തറയ്ക്കൽ വിവേകാനന്ദ കാവടി സമാജം, ചേർപ്പ് കാവടി സമാജം എന്നീ വിഭാഗങ്ങൾ കാവടിയാട്ടത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 3:30-ന് 3 ആനകളുടെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടക്കും. ഹിഡുമ്പൻ കോവിൽ വരെ കൊമ്പത്ത് ചന്ദ്രന്റെ നേതൃത്വത്തിൽ നാഗസ്വരവും തിരിച്ച് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളവുമായി വൈകിട്ട് 6:15-ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തുടർന്ന് പെരുവനം ശങ്കരനാരായണന്മാരാരുടെ നേതൃത്വത്തിൽ തായമ്പകയുണ്ടാകും. 2-ന് രാവിലെ 2 മണിക്ക് വിളക്കിനെഴുന്നള്ളിപ്പ്, പെരുവനം സതീശന്മാരാർ നയിച്ച പഞ്ചവാദ്യവും ഹിഡുമ്പൻ കോവിലിൽ നിന്ന് തിരിച്ച പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ചിറ്റൂർ രാജൻ നമ്പൂതിരിപ്പാട്, ട്രസ്റ്റി ഹരി നമ്പൂതിരിപ്പാട്, മാനേജർ അഞ്ചേരി മണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 1-ാം തീയതിയാണ് പൂയം വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ തലേദിവസം കാവടിയുണ്ട്, പൂയം ദിവസം കാവടിയുണ്ട്. അതിനു മുമ്പ് 6 ദിവസം മുമ്പ് നമ്മൾ ലക്ഷാർച്ചന, നടയിൽ ലക്ഷദ്വീപം അത് ഹിഡുമ്പസ്വാമിയുടെ മുമ്പ് തൊട്ട് നമ്മൾ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പ് വരെ ചേരാതുകൾ വെച്ചിട്ട് ലക്ഷദ്വീപം നമ്മൾ അലങ്കരിച്ച് പോരാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ എന്താ വെച്ചാൽ നമ്മൾ ഷഡാനൻ എന്നാണ് പറയുക. അതായത് 6 ഷൺമുഖനാണ്, 6 മുഖനാണ് സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ ആ 6 മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 കാവടി സംഘങ്ങളാണല്ലേ. അപ്പോൾ ഓരോ മുഖങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കണത്. എന്നുവെച്ചാൽ അവരുടെ എല്ലാ, അതായത് ആഭിമുഖ്യത്തിൽ, അവരുടെ ഉത്തരവാദിത്വത്തിലാണ് ഇത്തവണ ഓരോരോ കാവടി സംഘങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണ് ഓരോ ദിവസം. അപ്പോൾ ആദ്യത്തെ ദിവസം തായംകുളങ്ങര, ഇത്തവണത്തെ പ്രത്യേകതയാണ് അവരെല്ലാം നാട്ടിൽ നിന്ന് വരണം. പെരുമ്പശ്ശേരിക്കാരാണെങ്കിൽ ആദ്യത്തെ ദിവസം തായംകുളങ്ങരയാണ്. തായംകുളങ്ങര കാവടി സംഘങ്ങൾ എല്ലാ ജനകീയമായിട്ട് വന്നിട്ട് അവരതിൻ്റെ ഉത്തരവാദിത്വം, നമ്മൾ വിളക്കും ചേരാതൊക്കെ നമ്മൾ കൊടുക്കും, പക്ഷെ അവരുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇത്തവണ ഇതായിട്ടുള്ളത്. 2-ാമത്തെ ദിവസം ചേർപ്പ് ബാലസംഘം കാവടി സമാജക്കാരുടെ. അപ്പോൾ കാവടി സംഘം ആ ഭാഗത്തുനിന്ന് ദേശക്കാരുടെ സ്ത്രീകളും കുട്ടികളും ഇതിൻ്റെ ക്രമമനുസരിച്ച് ഓരോ ദിവസം ക്രമമനുസരിച്ച് 5-6 നമ്മുടെ സ്കൂളിന് CNN സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പന്തലുണ്ടായിരുന്നു. ഇവിടെ പന്തലുണ്ട്, അപ്പുറത്ത് പെരുവൻ അമ്പലത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു, ഊരകത്തുനിന്ന് കയറി വരണോർത്തുണ്ട്. അങ്ങനെ 4-5 പന്തൽ. പക്ഷേ നിയമങ്ങളെ കൊണ്ട് റോട്ടിൽ വെക്കാൻ പാടില്ല, പല കാരണങ്ങളൊക്കെ അത് നിർത്തിപ്പോയി. ഇവിടുത്തെ പന്തലുണ്ട്. ഇവിടുത്തെ പന്തലും കുറച്ചൊരു ശുഷ്കിച്ചിട്ടായിരുന്നു. ഇത്തവണ അതെല്ലാം ഒന്ന് വിപുലാക്കിയിട്ട് എല്ലാവരുടെയും, അതായത് മറ്റേതൊന്നല്ല, കാവടി സംഘക്കാർ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മളെടുത്തിട്ടും ഇത്തവണ ഒന്ന് ഭംഗിയാക്കാം എന്ന് വെച്ചിട്ട് ഒരു 2 നില ഒരു ഇത് തന്നെയാണ് അവിടെ നടയിൽ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.